എന്ത് ഭംഗിയല്ലേ, പ്രകൃതി രമണീയം. നമ്മുടെ ഇന്ത്യയെ ഇങ്ങനെയാ 25%, അതായത് 1/4 ഇന്ത്യ ഇങ്ങനെയാ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ. മനസ്സിലായോ? അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോറസ്റ്റ് സർവേ പ്രകാരം അതായത് 25.17% ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ആണ് ഏറ്റവും പുതിയ സർവേ പ്രകാരം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുൾ ഗ്രീൻ ആയിട്ട് ട്രീ കവർ ഒക്കെ ആയിട്ട് കിടക്കുന്നത്. മനസ്സിലായോ? ഈ പെർസെന്റേജ് ഒക്കെ ആരാ തയ്യാറാക്കുന്നത്? മിസ് ചോദിച്ച ചോദ്യം നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? ഈ ഫോറസ്റ്റ് സർവേയും ട്രീ കവർ ഒക്കെ ആരാണ് തയ്യാറാക്കുന്നത്? ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ സർവേ എടുക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്, നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. അപ്പോൾ ഇവരാണ് 2 വർഷം കൂടുമ്പോൾ ഫോറസ്റ്റ് സർവേ എടുക്കുന്നത്. ലാസ്റ്റ് സർവേ 2023 ആയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ വർഷം 2024 വന്നത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ മിസ്സിന് പറഞ്ഞത് 25.17% ഇന്ത്യയിൽ വനവിസ്തൃതി ഉണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? കേരളത്തിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നിത്യഹരിത വനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന്. പക്ഷെ അല്ല, കേരളത്തിൽ നല്ല രീതിയിൽ നിത്യഹരിത വനം നമുക്ക് സൈലന്റ് വാലിയും അതുപോലെ തിരുവനന്തപുരം തൊട്ട് ഇങ്ങ് കാസർഗോഡ് വരെ പല സ്ഥലങ്ങളിലായിട്ട് നിത്യഹരിത വനങ്ങളുണ്ട്. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇലപൊഴിയും വനമാണ്. അപ്പോഴേ ഈ പറയുന്ന കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് തരം വനങ്ങൾ ഉണ്ടാവണമല്ലോ. പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് മോർ ദാൻ 30 ടൈപ്സ് ഫോറസ്റ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് SCRT-യിലൊക്കെ നമുക്ക് എക്സാമിന് ആവശ്യമുള്ള 5 എണ്ണം ഉണ്ട്. പ്രധാനമായിട്ടും 5 വനവിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്ന് ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്, അതായത് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ. അതുപോലെ രണ്ടാമത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും വനാണ്, അതായത് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്നൊക്കെ പറയും. ആൻഡ് മൂന്നാമത്തതാണ് നമ്മുടെ ഉഷ്ണമേഖല മുൾവനങ്ങളും കുറ്റിച്ചെടികളും, മൂന്നാമത്തത്. ഇനി നാലാമത്തത് മൊണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറയും, പർവ്വത വനം, അതായത് നല്ല ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന വനങ്ങൾ. ആൻഡ് അഞ്ചാമത്തതാണ് നമ്മുടെ തീരപ്രദേശത്ത് കാണുന്ന കണ്ടൽ വനം, മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ 5 ടൈപ്പ് ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അറിയോ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാകും. ഇലപൊഴിയും വനം. ആക്ച്വലി ഉഷ്ണമേഖല ഇലപൊഴിയും വനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ഫോറസ്റ്റിനേക്കാളും കൂടുതൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അല്ലെങ്കിൽ ബംഗാൾ തൊട്ട് ഇങ്ങ് ഗുജറാത്ത് വരെ കാണപ്പെടുന്ന വനമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനം. മനസ്സിലായി? കേരളത്തിന്റെ കേസ് ആണെങ്കിലോ? കേരളത്തിൽ നമ്മൾ വിചാരിക്കും നിത്യഹരിത വനമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കാരണം കേരളത്തിൽ കുറേ മഴ പെയ്യുന്ന സ്ഥലമാണല്ലോ, സൈലന്റ് വാലി പോലുള്ള ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ കേസിലാണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇലപൊഴിയും വനം അല്ലെങ്കിൽ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. മനസ്സിലായില്ലേ മിസ്സേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനം കാണുന്ന സംസ്ഥാനം ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ, മധ്യപ്രദേശ്. എക്സാക്ട്ലി, മധ്യപ്രദേശ്. അതായത് നമ്മുടെ ഫോറസ്റ്റ് സർവേ 2023 പ്രകാരം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കാണുന്നത് മധ്യപ്രദേശാണ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. കുറവ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയിലാണ് ഏറ്റവും കുറവ് വനം കാണുന്നത്. ഇനി നമ്മൾ മറ്റൊരു ക്യൂരിയസ് ആയിട്ടുള്ള സാധനമുണ്ട്. 85% എന്ന് വെച്ചാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കാണുന്ന ഒരു സംസ്ഥാനമുണ്ട്. 85% ഈ ഫോറസ്റ്റിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഫോറസ്റ്റ് ആണ്. ഏതാ സംസ്ഥാനം എന്നറിയില്ലേ? ഞാൻ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട്. നമ്മുടെ 7 സിസ്റ്റേഴ്സിൽ ഒരാള് മിസോറാം അല്ലേ? എക്സാക്ട്ലി, 7 സിസ്റ്റേഴ്സിലെ മിസോറാമിലാണ് 85%-ലധികം ഫോറസ്റ്റ് നമുക്ക് കാണുന്നത്. അതുപോലെ നമ്മൾ യൂണിയൻ ടെറിട്ടറി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരാണ്. മുമ്പ് ആൻഡമാൻ നിക്കോബർ ഒക്കെ ആയിരുന്നു. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാന പദവി നഷ്ടപ്പെട്ട യൂണിയൻ ടെറിട്ടറി ആയാലും അതിനുശേഷം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജമ്മു ആൻഡ് കാശ്മീരാണ്. അതുപോലെ കുറവ് നമുക്ക് കാണുന്നത് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിലാണ്. ചെറിയ കേന്ദ്രഭരണ പ്രദേശമല്ലേ, അപ്പോൾ വനവിസ്തൃതി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഏറ്റവും കുറവ് വനവിസ്തൃതി ഉള്ളത് നമ്മുടെ ലക്ഷദ്വീപിലാണ്. കിണറിന് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നല്ലേ? അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ചിരിക്കുക. ആഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാർ, ഇപ്പം ഈ പ്രകൃതി രമണീയതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വനങ്ങളും ഈ സസ്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിലേ കുറെ കാലങ്ങൾ കഴിയുമ്പോ ഈ മരങ്ങളൊക്കെ ഇതിനൊക്കെ എന്താ പറ്റുക? ഇവരെ ഇനി എങ്ങോട്ടാ പോവാ? ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു തരട്ടെ. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സസ്യങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങള് മണ്ണിനടിയിൽ പെട്ട് അത് മണ്ണുമായിട്ട് അങ്ങ് അഴുകി ചേർന്ന് പിന്നെ കുറെ ടെമ്പറേച്ചർ, പ്രഷർ, താപമർദ്ദ വ്യതിയാനങ്ങൾക്കൊക്കെ വിധേയമായിട്ട് കുറെ വെതറിംഗ് പ്രോസസ്സിനൊക്കെ വിധേയമായിട്ട് ഫൈനലി അവന് ഒരു രൂപമാറ്റം സംഭവിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ഇന്ധനമായിട്ട് മാറും. ഏതാണെന്നറിയോ?
കൽക്കരിയാണോ? യെസ്, അതാണ് കറുത്ത വജ്രം അല്ലെങ്കിൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന വ്യവസായ രംഗത്ത് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൽക്കരി കോള്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം താപവൈദ്യുത നിലയങ്ങളിലാണ്. 55 തൊട്ട് 65% വൈദ്യുതി തെർമൽ പവർ പ്ലാന്റുകളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തെർമൽ പവർ പ്ലാന്റുകളിൽ എന്ത് കത്തിച്ചാ ഇത്രയും ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നത്? ഈ കോളാണ്. ഈ കൽക്കരിക്ക് കുറെ വകഭേദങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റെന്തൊരു ആന്ത്രസൈറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ അല്ലേ? അതെന്താ ഈ തമ്മിലുള്ള എന്താ വ്യത്യാസം? എന്താ കൽക്കരിയിലെ ആ ഒരു വകഭേദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? അതായത് ഇവിടെ നമുക്ക് ഈ കൽക്കരി രൂപീകരണത്തിന്റെ കുറച്ച് ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഈ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിനടിയിൽ പെട്ട് ഈ മണ്ണുമായിട്ട് ചേർന്നിട്ടാണല്ലോ കൽക്കരി എന്ന് പറയുന്ന ആ ഒരു ഫോസിൽ ഇന്ധനം ഉണ്ടാകുന്നത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഫോസിൽ ഇന്ധനം എന്ന് വിളിക്കുന്നത്. ഇനി ഈ കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പദാർത്ഥം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് പീറ്റ്. അതെ അതെ, ശരിക്കും പീറ്റ് എന്ന് പറയുമ്പോൾ കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിനെ ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഈ കണ്ടൽക്കാടുകളുടെ ഒരു തരം മണ്ണിനം, അതാണ് പീറ്റ്. ഈ പീറ്റ് വീണ്ടും മണ്ണിനടിയിൽ തന്നെ കിടന്ന് ടെമ്പറേച്ചർ, പ്രഷർ, ആ വെതറിംഗ് പ്രോസസ്സിനൊക്കെ വിധേയമായിട്ട്, താപമർദ്ദ വ്യതിയാനങ്ങൾക്ക് വിധേയമായിട്ട് അടുത്ത ഘട്ടത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും. അതിന് നമുക്ക് കംപ്രസ്ഡ് പീറ്റ് എന്ന് വിളിക്കാം. പീറ്റ് അങ്ങനെ കംപ്രസ്ഡ് ആയി അടുത്ത സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ പദാർത്ഥമാണ് ലിഗ്നൈറ്റ്. നമ്മുടെ തമിഴ്നാട് നെയ്വേലി ലിഗ്നൈറ്റ് ഖനന കേന്ദ്രം. ലിഗ്നൈറ്റിനെ നല്ലൊരു കോള്, നല്ലൊരു ഇന്ധനമായിട്ട് നമുക്ക് കണക്കാക്കാം. പീറ്റിൽ നിന്നാണ് ലിഗ്നൈറ്റ് ഉണ്ടാകുന്നത്. ഇനി ഈ ലിഗ്നൈറ്റ് വീണ്ടും മണ്ണിൽ തന്നെ കിടന്ന് ഇതുപോലെ വെതറിംഗ് പ്രോസസ്സിന് വിധേയമായിട്ട് അടുത്ത സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താന്ന് ചോദിക്കാം. അതിനെ നമുക്ക് വേണമെങ്കിൽ കംപ്രസ്ഡ് ലിഗ്നൈറ്റ് എന്ന് വിളിക്കാം. അതാണ് ബിറ്റുമിനസ് എന്ന് പറയും. ബിറ്റുമിനസ് കോള്. ഈ ബിറ്റുമിനസ് വീണ്ടും മണ്ണിനടിയിൽ കിടന്ന് താപമർദ്ദ വ്യതിയാനങ്ങൾക്ക് വിധേയമായിട്ടാണ് കൽക്കരിയുടെ ഏറ്റവും ഫൈനസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹൈയസ്റ്റ് ക്വാളിറ്റി ഫ്യൂവൽ ഓർ കൽക്കരി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആന്ത്രസൈറ്റ് കുറെ കാലം എടുത്തിട്ടുണ്ടാവുന്നോണ്ടാണോ ഇത്രയും ക്വാളിറ്റി? അതെ, അതിനെ ഒരു മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലയായിട്ടാണ് കരുതുന്നത്. അപ്പോ ഈ കൽക്കരി രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ ചോദിക്കുവാണെങ്കിൽ ആദ്യം പീറ്റ്, അത് കഴിഞ്ഞിട്ട് ലിഗ്നൈറ്റ്, അതിൽ നിന്ന് ബിറ്റുമിനസ്, and finally ആണ് ആന്ത്രസൈറ്റ്. അപ്പൊ ഈ ആന്ത്രസൈറ്റ് കത്തിച്ചാലായിരിക്കും നല്ല രീതിയിൽ നമുക്ക് എനർജി കിട്ടുന്നത്. അതായത് ഇപ്പം കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഏതിലാണെന്ന് ചോദിച്ചാൽ ആന്ത്രസൈറ്റിലാണ്. ഓക്കേ, അപ്പൊ ഈ പീറ്റിൽ നിന്ന് ആന്ത്രസൈറ്റിലേക്ക് പോകുമ്പോൾ കാർബൺ കണ്ടന്റ് കൂടി വരും. ഓക്കേ, മനസ്സിലായി. പീറ്റിനെ നമുക്ക് ശരിക്കും ആന്ത്രസൈറ്റ് ഉണ്ടാകണമെങ്കിൽ പീറ്റ് വേണം. പീറ്റിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. എന്നാൽ പീറ്റിനെ നമുക്കൊരു ഫ്യൂവൽ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. പീറ്റിൽ നിന്ന് ലിഗ്നൈറ്റിൽ നിന്ന് ബിറ്റുമിനസ്, ആൻഡ് ഫൈനലി ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന ഹൈയസ്റ്റ് ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു കൽക്കരിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ നീറ്റായിട്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മിസ്സേ, ഈ സോഫ്റ്റ് ഗോള്, ബ്രൗൺ ഗോള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ, അതായത് പീറ്റ് എന്ന് പറയുന്നതിനെ നമ്മളൊരു മണ്ണിനുമായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി പീറ്റിൽ നിന്നുണ്ടാകുന്ന ലിഗ്നൈറ്റിനെയാണ് നമ്മൾ ബ്രൗൺ കോൾ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ ഉണ്ടാകുന്ന ബിറ്റുമിനസ്, ഈ ബിറ്റുമിനസ് കോളിനെയാണ് നമ്മൾ സോഫ്റ്റ് കോൾ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഈ പീറ്റിൽ നിന്ന് എത്ര കാലം എടുത്തിട്ടാ ഫൈനലി ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന ആ കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അത്രയും കടുപ്പമാവില്ലേ അത് മണ്ണിനുള്ളിൽ കിടന്ന്? അതെ. അപ്പോ ഈ ആന്ത്രസൈറ്റിനെയാണ് ഹാർഡസ്റ്റ് കോള്, ഹൈ ക്വാളിറ്റി കോൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റേജിൽ ഇതിന്റെ കട്ടി ഇങ്ങനെ കൂടി വരും അല്ലേ? ഇനി ഇതില് പീറ്റിനെ നമ്മൾ ഇന്ധനമായിട്ട് കണക്കാക്കില്ല, കാരണം കാർബൺ കണ്ടന്റ് 30%-ലും താഴെയാണ്. പിന്നെ നമ്മുടെ ബ്രൗൺ കോള് വരുമ്പോഴത്തേക്കും എബവ് 30 ഉണ്ട്. എന്നാലും അത് ലോ ക്വാളിറ്റി കാറ്റഗറിയിൽ വരുന്നതാ ലിഗ്നൈറ്റ്. ബിറ്റുമിനസ് വരുമ്പോഴത്തേക്കും ഒരു 88% ഒക്കെ വരുന്നുണ്ട് കാർബൺ. എന്നാൽ ആന്ത്രസൈറ്റ് വരുമ്പോഴത്തേക്കും 96 ആൻഡ് എബവ് കാർബൺ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നല്ല എനർജി ആയിരിക്കും ഇത് കത്തിച്ച്. അതുകൊണ്ടാണ് അതിനെ ഹൈയസ്റ്റ് ക്വാളിറ്റി കോൾ എന്ന പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായി. അപ്പോ രൂപീകരണത്തിന്റെ ഓർഡർ പറയാനാണെങ്കിൽ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ അല്ലേ?
അപ്പൊ ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൽക്കരി ആവും അല്ലേ? കൽക്കരി ആവും. അപ്പൊ വിട്ടാലോ നമുക്ക്? പോവാം. വാ. അപ്പൊ ശരി.